അത് സമർത്ഥിക്കാൻ എത്ര കളവും പറയാം. ഈ നിലക്ക് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പുസ്തകം ഇതിൽ കൃത്യമായി ഈ വാചകം നിബ്രാസ് പബ്ലിക്കേഷൻ പുറത്തുവിട്ട ഈ പുസ്തകത്തിൽ കാണാം. നുണ പറയൽ അനുവദനീയം. നുണ നമ്പർ 9, 9-ാം നുണ. എന്ത്? മുദ്ദ വാദം ഹക്കാണെങ്കിൽ അത് സ്ഥാപിക്കാൻ വേണ്ടി എത്ര കളവ് പറയലും അനുവദനീയമാണ്. എവിടുന്ന ഇത് പറഞ്ഞു കൊടുത്തത്? സ്പീക്കേഴ്സ് ഫോറം ക്ലാസ്സിൽ നിന്ന് പ്രാസംഗികരെ വിളിച്ച്, ഇവരെ പോലെ മുസ്ലിയാക്കന്മാരെ വിളിച്ച് ക്ലാസ് എടുത്തു കൊടുക്കുക ഉസ്താദ്. അങ്ങനെ മുസ്ലിയാർ എഴുതി പഠിച്ചുകൊണ്ടെന്ന് വാചകം മറച്ചു വെച്ച് ഇങ്ങനെ വായിക്കാണ്. എന്തേ? ജൂതന്മാർക്കൊരു പണിയുണ്ട്. അങ്ങനെ യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി, വാക്കുകളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിക്കുക, ആശയങ്ങൾ അതിന്റെ ഉദ്ദേശാർത്ഥം തെറ്റിച്ചു കളയുക, എന്നിട്ട് ജനങ്ങളെ അതിന്റെ മുന്നിൽ നിർത്തുക, അത് മറയാക്കിക്കൊണ്ട് തന്റെ കള്ളവാദങ്ങൾ അവതരിപ്പിക്കുക. ആ ജൂതതന്ത്രം തന്നെയാണ് അഹ്സനിമാർ അവിടെയും അവലംബിച്ചത്. ഇത് വെറുതെ പറയല്ല, അതിന്റെ തെളിവ് തരിക. പിടിച്ചോ, ഒന്ന് എഴുതി വെച്ച് പഠിച്ചോ. കോടികളുടെ ഇനാം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കിതാബ് ധരിച്ചുകൊണ്ട് മറുപടി പറയാൻ ചങ്കൂറ്റമുള്ളവരുണ്ടെങ്കിൽ ഉദ്ധരിക്കൂ തെളിവ്. ന്യായം പറയുന്നു, തോൽവി ആഘോഷിക്കുന്നു, വിഡ്ഢിത്തം പുലമ്പിക്കിട്ട് വിഡ്ഢിത്തം പറഞ്ഞിട്ട് അത് കിരീടമായി വെച്ചുകൊണ്ട് ഊരു ചുറ്റുന്നു. എവിടെന്നാ നിങ്ങൾക്ക് കിട്ടിയത്? വാചകം കേട്ടോ, മുസ്ലിയാർ സംവാദത്തിൽ പറഞ്ഞ വാചകം, ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയതല്ല, ഇവിടെ അടുത്ത് നിന്നിറങ്ങിയ സീഡിയിലുള്ള വാചകം. കേട്ടോളൂ ആ വാചകം. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതന്നെയാണ് മുഅ്ജിസത്ത് കറാമത്ത്. ഞങ്ങൾ ചോദിക്കുന്നത് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്ത് കൊണ്ട് അല്ലാഹു നൽകുന്ന കഴിവ്, ആ കഴിവിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം ചെയ്യും. അത് വഫാത്തിന് ശേഷവും നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്ത് കൊണ്ട് അല്ലാഹു നൽകുന്ന കഴിവ്, ആ കഴിവിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം ചെയ്യും. വഫാത്തിന് ശേഷവും നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ? ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ ചോദിച്ചാൽ ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി. റസൂലുള്ളാഹിയുടെ മരണശേഷം ചോദിച്ചാലും നബി ഉത്തരം ചെയ്യുമെന്ന് റസൂലുള്ളാഹി. ഏത് വാചകത്തിലുള്ളത്? ഞങ്ങൾ ചോദിച്ച ഉത്തരം തരുമെന്ന്. അറബി അറിയുന്നവരുണ്ടല്ലോ, അഹ്സനിമാരല്ലെങ്കിലും. ലയിൻ കാമ അലാ ഖബരി യാ മുഹമ്മദ് ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. ആ ലഫ്ലിയായ അർത്ഥം പറഞ്ഞാൽ മതി, അതിന്റെ ലഫ്ലിയായ അർത്ഥം പറഞ്ഞാൽ മതി. ഞങ്ങൾ വിളിച്ചാൽ നബി ഉത്തരം തരും, മരിച്ചതിന് ശേഷവും ഉത്തരം തരും എന്ന് ഏത് വാചകത്തിന്റെ അർത്ഥമാണ്? ഇനി അതുകൊണ്ട് തീർന്നില്ല, ഇവിടെ ഞങ്ങളാണ്. എന്നാൽ ഇതെവിടുന്നാന്നറിയോ? സെൻസ് ഇല്ല എങ്കിലും പേര് സെൻസിങ് എന്നാണ്. ആ സെൻസിങ്ങിൽ എന്താ പറയുന്നത്? ഈ വാചകം തന്നെ, ലഇൻ കാമ അലാ ഖബരി വഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. അർത്ഥം കേട്ടോ? ആരെങ്കിലും എന്റെ ഖബറിനരികിൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ തീർച്ചയായും ഉത്തരം ചെയ്യും. എന്ത്? ലയിൻ കാമ അലാ ഖബരി, ആരെങ്കിലും എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് വിളിച്ചാൽ, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം തരും. രണ്ടാമത്തെ അർത്ഥം. ഇനി മൂന്നാമത്തെ അർത്ഥം കേൾക്കണോ? മൂന്നാമത്തെ അർത്ഥം കേൾക്കട്ടെ. നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഓതിയല്ലോ, നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കൂല, കേട്ടോലോ ഉത്തരം ചെയ്യൂല. ഞങ്ങൾ അതന്നെ പറയുന്നു. അതില് അമ്പിയാക്കൾ ഔലിയാക്കൾ പെടൂല. എന്തുകൊണ്ട്? അമ്പിയാക്കളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി പറയാണെന്ത്? നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും, നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്തുനിന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ എന്താ പഠിപ്പിച്ചത്? നിങ്ങൾ പറയുന്നത് അവർ കേട്ടാലും ഉത്തരം ചെയ്യൂല, കേൾക്കുമെന്ന് മാത്രമല്ല ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഓതിയല്ലോ, നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കൂല, കേട്ടോലോ ഉത്തരം ചെയ്യൂല. ഞങ്ങൾ അതന്നെ പറയുന്നു. അതില് അമ്പിയാക്കൾ ഔലിയാക്കൾ പെടൂല. എന്തുകൊണ്ട്? അമ്പിയാക്കളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി പറയാണെന്ത്? നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും, നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്തുനിന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. കണ്ടോ? നിങ്ങൾ എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം തരും. ഏത് വാചകമാണ്? കോളേജ് അടുത്താണല്ലോ. ലയിൻ കാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. അതിനർത്ഥം എന്താ? നിങ്ങൾ എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം തരും. അങ്ങനെ അർത്ഥമുണ്ടോ അതിന്?
അങ്ങനെ അർത്ഥമുണ്ടോ? വിവരമുള്ളവർ മറുപടി പറയൂ, വിഡ്ഢികളല്ല. വിവരമുള്ളവർ മറുപടി പറയൂ, അറിവുള്ളവർ മറുപടി പറയൂ, അറബി അറിയുന്നവർ മറുപടി പറയൂ. ലൈൻ ഖാമ അലാ ഖബരി സുമ്മ ഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് വിളിച്ചാൽ, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം തരുമെന്നാണോ അതിന്റെ അർത്ഥം? ജയിച്ച് എന്താ ജയം, എന്താ വിജയം? നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം തരും. എന്തായി പറയണെന്നറിയോ? ഇവർക്ക് കുറെ സൂക്കേടുണ്ട്. സൂക്കേടെന്ന് ഞാൻ പറഞ്ഞു, അതൊരു രോഗമാണ്. അത് എന്റെ വാചകമല്ല, ഹവസും മിൻ ഹവസാത്തി എന്നൊക്കെ പണ്ഡിതന്മാർ പറയും. അത്തരത്തിലൊരു രോഗമാണ്. ആ രോഗം എന്താണെന്ന് ചോദിച്ചാൽ ഞാനത് പറയണില്ല, ഒരു മുസ്ലിയാർ പറയട്ടെ. അതിന് തെളിവുണ്ടാക്കുകയാണ് ഇവര്. ഒരു മുസ്ലിയാർ തന്നെ ആ രോഗം എന്താന്ന് വ്യക്തമാക്കുക, രോഗലക്ഷണം അടക്കം കൃത്യമായി കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയട്ടെ. അതെന്താ? നബിതങ്ങളുടെ ഖബർ പൊന്തിച്ചിട്ടില്ല എന്നാ വാദം. എടോ, നിഷേധിക്കാൻ പറ്റുമോ? ഇതൊക്കെ സൗദി ഗവൺമെന്റിൽ വലിയ സ്വാധീനാണല്ലോ. ധൈര്യമുണ്ടെങ്കിൽ ആ പരിശുദ്ധമായ റൂമിലെ ലൈറ്റ് ഒന്നിടിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുക. ഇപ്പോഴും പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദത്തുൽ മുശറഫ ഉൾക്കൊള്ളുന്ന ആ ഖബറു ശരീഫ് ഉൾക്കൊള്ളുന്ന റൂമിന്റെ ബാക്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചെറിയൊരു വാതിലുണ്ട്. ആ വാതിലിന്റെ മേൽ ബുറുദയുടെ വരി എഴുതി വെച്ചിട്ടുണ്ട്. അതിലൂടെ നോക്കിയാൽ നമ്മുടെ മടവൂരിലും മറ്റും ഉള്ളതുപോലെ ഉയർത്തിക്കെട്ടിയത് ഇപ്പോഴും കാണാം. ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നോക്കിയാൽ അവിടുന്ന് കാണാം. ഇനി ഞാൻ ഈ പറഞ്ഞത് എന്റെ വകയെന്ന് വേണ്ട, സൗദി ഗവൺമെന്റ് അത് പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ട് എന്ന്. കഅബയുടെ ഖില്ല എല്ലാ വർഷവും മാറ്റുന്നുണ്ട്. അതോടൊപ്പം നബിതങ്ങളുടെ ഖബറിന്റെ പദപ്പും എല്ലാ വർഷവും സൗദി ഗവൺമെന്റ് മാറ്റുന്നുണ്ട്. ഇതാ ന്യൂസ് കേട്ടോളൂ. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലയത്തെ പുതുപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. ഇപ്പൊ മുസ്ലിയാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉയർത്തിയിട്ടുണ്ട്. ആ ഖബർ ഉയർത്തപ്പെട്ടു എന്ന് മാത്രമല്ല, അയാൾ ഒന്ന് നോക്കിക്കണ്ടിട്ടുണ്ട്. പോയി നിന്നയാൾ നോക്കിക്കണ്ടിട്ടുണ്ട് എന്ന് ലൈറ്റ് ഒന്ന് ഇടിക്കുന്ന. സൗദി ഗവൺമെന്റിന്റെ കീഴിൽ നിങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശമല്ലേ, സൗദി ഗവൺമെന്റിന്റെ സ്വാധീനമുള്ള സ്ഥലമല്ലേ അത്? അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശമായതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് ആ റൗദത്തുൽ ഷരീഫ്, ആ റൗദ ഷരീഫിന്റെ ഉള്ളിൽ ഉള്ള ലൈറ്റ് ഒന്ന് ഇടിക്കുമോ? എങ്കിലും നമ്മുടെ CM മക്കാമിലുള്ളത് പോലുണ്ട്, അവിടെ ഖബർ പൊക്കിയിട്ടുണ്ട്.